നമസ്കാരം. ഭാരതീയ തത്വശാസ്ത്രത്തിലെ മഹാവിസ്മയമായ ആചാര്യ ചാണക്യൻ, ഒരു വ്യക്തി സമൂഹത്തിൽ എങ്ങനെ ആദരിക്കപ്പെടണം എന്നും എങ്ങനെ തന്റെ അന്തസ്സും അധികാരവും നിലനിർത്തണം എന്നും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. കേവലം ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്നതിലുപരി മനുഷ്യ മനസ്സിന്റെ ഗതിവിഗതികളെ കൃത്യമായി വിശകലനം ചെയ്ത ഒരു മികച്ച മനഃശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം. പലപ്പോഴും നാം അറിയാതെ കൊണ്ടുനടക്കുന്ന ചില നിസ്സാരമെന്ന് തോന്നുന്ന ശീലങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തിന്റെ തിളക്കം കെടുത്തുകയും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മെ പരിഹാസ്യരാക്കുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ ബഹുമാനവും മൂല്യവും ഇല്ലാതാക്കുന്ന, ചാണക്യനീതിയിൽ പ്രതിപാദിക്കുന്ന അതീവ ഗൗരവമുള്ള 7 ശീലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ആഴത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ വരികൾ ശ്രദ്ധയോടെ കേൾക്കുക, കാരണം ഇതിലെ ഓരോ പോയിന്റും നിങ്ങളുടെ ജീവിതത്തിലെ പെരുമാറ്റരീതികളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളവയാണ്. ഒന്നാമതായി, അമിതമായ വിനയവും വിധേയത്വവുമാണ് ഒരാളുടെ വില കുറയ്ക്കുന്നത്. ആചാര്യ ചാണക്യൻ തന്റെ നീതിസാരത്തിൽ പറയുന്നത്, കാട്ടിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നേരെ വളർന്നു നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം മുറിക്കപ്പെടുന്നത്, എന്നാൽ വളഞ്ഞുകുളഞ്ഞു നിൽക്കുന്നവ സുരക്ഷിതമായിരിക്കും എന്നാണ്. ഇതിന്റെ മനഃശാസ്ത്രപരമായ അർത്ഥം നാം അമിതമായി വിനയം കാണിക്കുമ്പോൾ സമൂഹം അതിനെ ഒരു ദൗർബല്യമായിട്ടാണ് കാണുന്നത് എന്നതാണ്. എല്ലാവരോടും എപ്പോഴും ശരി എന്ന് പറയുന്നവർക്കും സ്വന്തമായി വ്യക്തമായ നിലപാടില്ലാത്തവർക്കും ഈ ലോകത്ത് ഒരു വിലയും ലഭിക്കില്ല. അനാവശ്യമായി തലകുനിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുക മാത്രമല്ല, മറ്റുള്ളവർക്ക് നിങ്ങളെ എളുപ്പത്തിൽ ചൂഷണം ചെയ്യാനുള്ള അവസരം നൽകുകയും ചെയ്യുന്നു. മാന്യത പുലർത്തുന്നത് നല്ലതാണ്, പക്ഷേ അത് ഒരിക്കലും നിങ്ങളുടെ ആത്മാഭിമാനത്തെ പണയം വെച്ചുകൊണ്ടാവരുത് എന്ന് ചാണക്യൻ കർക്കശമായി ഓർമ്മിപ്പിക്കുന്നു. തന്റെടത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും അന്യായമായ കാര്യങ്ങളോട് നോ എന്ന് പറയാനും പഠിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് സമൂഹത്തിൽ യഥാർത്ഥ മൂല്യം കൈവരികയുള്ളൂ. രണ്ടാമതായി, സ്വന്തം രഹസ്യങ്ങളും ബലഹീനതകളും വെളിപ്പെടുത്തുന്ന ശീലമാണ്. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രു അയാളുടെ തന്നെ നിയന്ത്രണമില്ലാത്ത നാവാണ് എന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങൾ, സാമ്പത്തികമായ തകർച്ചകൾ, അല്ലെങ്കിൽ കുടുംബത്തിനകത്തെ സ്വകാര്യ പ്രശ്നങ്ങൾ എന്നിവ ഒരിക്കലും പുറത്തുള്ളവരുമായി പങ്കുവെക്കരുത്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ, നിങ്ങളുടെ ബലഹീനതകൾ മറ്റൊരാൾക്ക് അറിയാമെങ്കിൽ, ഭാവിയിൽ അവർ അത് നിങ്ങൾക്കെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാമ്പിന് വിഷമില്ലെങ്കിൽ പോലും അത് വിഷമുണ്ടെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കണം എന്ന് ചാണക്യൻ പറയുന്നതിന്റെ അർത്ഥം, നിങ്ങളുടെ ഉള്ളിലെ കുറവുകൾ ലോകം അറിയാതിരിക്കുക എന്നതാണ് നിങ്ങളുടെ സുരക്ഷ. വിശ്വസ്തരായ സുഹൃത്തുക്കളോട് പോലും അമിതമായി കാര്യങ്ങൾ വെളിപ്പെടുത്തരുത്, കാരണം കാലം മാറുമ്പോൾ സൗഹൃദങ്ങൾ ശത്രുതയിലേക്ക് വഴിമാറിയേക്കാം. സ്വന്തം രഹസ്യങ്ങൾ ഹൃദയത്തിൽ തന്നെ സൂക്ഷിക്കുന്നവന് മാത്രമേ ഒരു നല്ല നേതാവോ അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയോ ആയി വളരാൻ സാധിക്കൂ. മൂന്നാമതായി, അനാവശ്യമായ വാഗ്വാദങ്ങളും വിഡ്ഢികളുമായുള്ള തർക്കവുമാണ്. ബുദ്ധിഹീനരായ ആളുകളുമായി തർക്കത്തിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ വിലയും സമയവും ഊർജവും ഒരുപോലെ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ, വിഡ്ഢികളുമായി തർക്കിക്കുന്നത് നിങ്ങളുടെ തന്നെ ബൗദ്ധിക നിലവാരത്തെ തകർക്കുന്നതിന് തുല്യമാണ്. അധികം സംസാരിക്കുന്നവരിൽ നിന്ന് അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മനഃശാസ്ത്രം നിരീക്ഷിക്കുന്നു, അതിനാൽ മൗനം പലപ്പോഴും വലിയൊരു പ്രതിരോധ തന്ത്രമാണ്. എവിടെ സംസാരിക്കണം, എവിടെ മിണ്ടാതിരിക്കണം എന്ന് കൃത്യമായി അറിയുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. അനാവശ്യമായ വാഗ്വാദങ്ങൾ ശത്രുക്കളെ സൃഷ്ടിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ, അത് നിങ്ങളുടെ സമാധാനത്തെയും അന്തസ്സിനെയും ഒരുപോലെ ബാധിക്കും. നിങ്ങളുടെ വാക്കുകൾ അളന്നുതൂക്കി മാത്രം ഉപയോഗിക്കുക, അപ്പോൾ മാത്രമേ നിങ്ങൾ സംസാരിക്കുമ്പോൾ ലോകം അത് ശ്രദ്ധയോടെ കേൾക്കുകയുള്ളൂ. ഗാംഭീര്യമുള്ള നിശബ്ദത 1000 വാചകങ്ങളേക്കാൾ മൂല്യമുള്ളതാണെന്ന് തിരിച്ചറിയുക. നാലാമതായി, ഭൂതകാലത്തിലെ നഷ്ടങ്ങളെക്കുറിച്ച് എപ്പോഴും വിലപിക്കുന്ന ശീലമാണ്. കഴിഞ്ഞുപോയതിനെക്കുറിച്ച് ഓർത്തോ വരാനിരിക്കുന്നതിനെക്കുറിച്ച് അമിതമായി ആകുലപ്പെട്ടോ സമയം കളയരുത്. ബുദ്ധിമാൻ വർത്തമാനകാലത്തിൽ ജീവിക്കുന്നു എന്നതാണ് ചാണക്യന്റെ തത്വം. പഴയ പരാജയങ്ങളെക്കുറിച്ചോ നിങ്ങളെ ചതിച്ചവരെക്കുറിച്ചോ എപ്പോഴും മറ്റുള്ളവരോട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ സമൂഹം ഒരു ഇരയായി മാത്രമേ കാണുകയുള്ളൂ, ഒരിക്കലും ഒരു വിജയിയായി കാണില്ല. മനഃശാസ്ത്രപരമായി, സഹതാപം പിടിച്ചുപറ്റാനുള്ള ശ്രമം നിങ്ങളുടെ ആത്മവീര്യം ചോർത്തിക്കളയുകയാണ് ചെയ്യുന്നത്. സഹതാപം ഒരിക്കലും ബഹുമാനത്തിന് പകരമാകില്ല എന്ന് നാം തിരിച്ചറിയണം. നിങ്ങളുടെ ഭൂതകാലത്തിലെ തെറ്റുകൾ വെറുമൊരു പാഠമായിരിക്കണം, അല്ലാതെ ജീവിതകാലം മുഴുവൻ ചുമന്നുകൊണ്ട് നടക്കേണ്ട ഒരു ഭാരമാകരുത്. പഴയ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ കാണാൻ കഴിയില്ല. വിജയത്തിലേക്ക് കുതിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും വർത്തമാനകാലത്തെ തന്റെ അധ്വാനം കൊണ്ട് ധന്യമാക്കാൻ ശ്രമിക്കുന്നവനായിരിക്കും. അഞ്ചാമതായി, അലസതയും ജീവിതത്തിലെ ലക്ഷ്യബോധമില്ലായ്മയുമാണ്. അലസനായ ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് വിദ്യയോ ധനമോ ഉറ്റ സുഹൃത്തുക്കളോ ഉണ്ടാകില്ല എന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു.
കർമ്മം ചെയ്യാതെ ഭാഗ്യത്തെ മാത്രം വിശ്വസിച്ച് ഇരിക്കുന്നവൻ എത്ര വലിയ പണ്ഡിതനായാലും അപമാനിക്കപ്പെടും. ലക്ഷ്യബോധമില്ലാത്ത ജീവിതം കാറ്റിൽ പറക്കുന്ന ഉണക്കയില പോലെയാണ്, അതിന് സ്വന്തമായി ഒരു ദിശയുമില്ല. ഓരോ നിമിഷവും മൂല്യമുള്ളതാണെന്ന് തിരിച്ചറിയാത്ത ഒരാളെ കാലം വിസ്മൃതിയിലേക്ക് തള്ളും. മനഃശാസ്ത്രപരമായ കാഴ്ചപ്പാടിൽ, ലക്ഷ്യങ്ങളില്ലാത്ത അവസ്ഥ വിഷാദത്തിലേക്കും നിരാശയിലേക്കും നയിക്കും. ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായും തകർക്കും. അധ്വാനശീലവും കൃത്യമായ സമയനിഷ്ഠയും ഇല്ലാത്തവർക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനവും ലഭിക്കില്ല. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം. കർമ്മരംഗത്ത് സജീവമായിരിക്കുന്നവൻ മാത്രമേ ബഹുമാനിക്കപ്പെടുകയുള്ളൂ എന്നും അലസത ദാരിദ്ര്യത്തിലേക്കുള്ള എളുപ്പവഴിയാണെന്നും ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. ആറാമതായി, തരംതാണ കൂട്ടുകെട്ടുകളും മോശം സുഹൃത്തുക്കളുമാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവവും മൂല്യവും അളക്കുന്നത് അയാൾ കൂടെ കൂടുന്ന സുഹൃത്തുക്കളെ നോക്കിയാണ്. മോശം സ്വഭാവമുള്ളവരോ അധാർമികമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരോ ആയ ആളുകളുമായുള്ള സൗഹൃദം നിങ്ങളുടെ പ്രതിച്ഛായയെ നേരിട്ട് ബാധിക്കും. ചാണക്യൻ പറയുന്നത്, വിഷമുള്ള പാമ്പിനേക്കാൾ അപകടകാരിയാണ് ദുഷ്ടനായ സുഹൃത്ത് എന്നാണ്. കാരണം പാമ്പ് ഒരു തവണ മാത്രമേ കടിക്കൂ, എന്നാൽ മോശം കൂട്ടുകാരൻ നിങ്ങളുടെ ജീവിതത്തെ ഓരോ നിമിഷവും നശിപ്പിക്കും. നിങ്ങൾ എത്രതന്നെ ഉന്നതനായാലും മോശം കൂട്ടുകെട്ടുകൾ നിങ്ങളുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കും. മനഃശാസ്ത്രപരമായി നാം കൂടുതൽ സമയം ചിലവഴിക്കുന്ന 5 പേരുടെ ആവറേജ് സ്വഭാവമാണ് നമുക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഉന്നതമായ ചിന്താഗതിയുള്ളവരുമായും വിജയികളുമായും സൗഹൃദം സ്ഥാപിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തെ ഉയർത്താൻ സഹായിക്കും. ചീയഞ്ഞെഴുകിയ ഒരു ആപ്പിൾ മുഴുവൻ പെട്ടിയിലെ ആപ്പിളുകളെയും നശിപ്പിക്കുന്നതുപോലെ, ഒരു മോശം സുഹൃത്തിന് നിങ്ങളുടെ വർഷങ്ങളായുള്ള അന്തസ്സ് തകർക്കാൻ നിമിഷങ്ങൾ മതി. ഏഴാമതായി, അഹങ്കാരവും സ്വന്തം നേട്ടങ്ങളെക്കുറിച്ചുള്ള ആത്മപ്രശംസയുമാണ്. സ്വയം പുകഴ്ത്തുന്നത് വിഡ്ഢിത്തത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമായാണ് ചാണക്യൻ കണക്കാക്കുന്നത്. നിങ്ങളുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഗുണകരമാകുമ്പോൾ ലോകം നിങ്ങളെ തനിയെ പുകഴ്ത്തും. അതിനുമുമ്പ് സ്വന്തം നേട്ടങ്ങൾ കൊട്ടിഘോഷിക്കുന്നത് നിങ്ങളുടെ ആന്തരികമായ അപകർഷതാബോധത്തെയാണ് കാണിക്കുന്നത്. ചാണക്യനീതി പ്രകാരം വിനയമാണ് ഒരു ജ്ഞാനിയുടെ ഏറ്റവും വലിയ ആഭരണം. അഹങ്കാരം തലയ്ക്ക് പിടിച്ചവൻ എത്ര വലിയവനായാലും അവന്റെ വീഴ്ച അനിവാര്യമാണ്. മനഃശാസ്ത്രപരമായി നോക്കിയാൽ, സ്വന്തം മിടുക്ക് സ്വയം വിളിച്ചു പറയുന്നവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ആത്മാർത്ഥമായ ബഹുമാനം ലഭിക്കില്ല. നിങ്ങളുടെ വിജയം നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ സംസാരിക്കട്ടെ, വാക്കുകളിലൂടെയല്ല. അമിതമായ അഹങ്കാരം കണ്ണുകളെ അന്ധമാക്കും. അത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയും. വിനയത്തോടെ പെരുമാറുന്നവൻ മാത്രമേ ജനഹൃദയങ്ങളിൽ ദീർഘകാലം നിലനിൽക്കുകയുള്ളൂ എന്ന് ചാണക്യൻ അടിവരയിട്ട് പറയുന്നു. ആചാര്യ ചാണക്യന്റെ ഈ 7 നിരീക്ഷണങ്ങൾ കേവലം ഉപദേശങ്ങളല്ല, മറിച്ച് ജീവിതവിജയത്തിനുള്ള പ്രായോഗിക തന്ത്രങ്ങളാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങൾ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലും ഒരുപോലെ പ്രസക്തമാണ്. നിങ്ങളുടെ ശീലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ലോകം നിങ്ങളെ നോക്കുന്ന രീതിയിലും വലിയ മാറ്റങ്ങൾ വരും. ഈ 7 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അത് തിരുത്തി മുന്നേറാൻ ഇന്ന് തന്നെ ശ്രമിക്കുക. നിങ്ങളുടെ വ്യക്തിത്വം കൂടുതൽ കരുത്തുറ്റതാക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഈ അറിവ് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചാണക്യന്റെയും മറ്റ് മഹാന്മാരുടെയും ചിന്തകൾ ഇനിയും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.